ഷൂട്ട് കഴിഞ്ഞ് വെളുപ്പിന് 4:30 അപ്പൊ ഇരുട്ടാണ്, റോഡിലൊക്കെ കുഴിയുണ്ട്. അപ്പൊ ക്യാരവനിലേക്ക് ഇവന് വയ്യ, അവന് ബാക്കൊക്കെ ശരിയേ വന്നുള്ളൂ, അതായത് ആക്സിഡന്റ് ശരിയേ വന്നുള്ളൂ. അപ്പൊ ഞാനുണ്ട്, ഇവന്റെ അംബരീഷ് ഉണ്ട്, ബാക്കിൽ ഷാജേട്ടൻ ഉണ്ട്, ബോഡി ഗാർഡ്സ് ഒക്കെ ഉണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞു ഞാൻ ഫസ്റ്റ് റണ്ണിങ് റേസ് ചെയ്യാം ക്യാരവൻ വരെ. അംബരീഷ് പറഞ്ഞു വേണ്ട ഏട്ടാ സമയം ഇത്രയായില്ലേ. അവര് ഞാൻ പിന്നെ ഓക്കെ വിട്ട പോവാൻ പറഞ്ഞു. അല്ല 1 2 3 നിങ്ങൾ ഓടിയാലും ഓടുള്ളൂ. ഇപ്പൊ എണ്ണിയപ്പോ ആരും ഓടിയില്ല. അപ്പൊ അത് പോളാ. അപ്പൊ ഞാൻ ഇവൻ ഉണ്ടാന്ന് പറഞ്ഞു, ഇവൻ എണ്ണി. ഞാനും അംബരീഷ് ഓടിയുള്ളൂ. ഞാൻ ഓടിയില്ല. കുറച്ച് കഴിഞ്ഞപ്പോ അംബരീഷ് തിരിഞ്ഞൊക്കെ എന്നെ കാണാനുള്ള. പക്ഷെ ബാക്കിൽ ഞാൻ കാണുന്നുണ്ട് ഇരുട്ടത്ത് കൂടി 100 മീറ്റർ ഒരഞ്ഞങ്ങ് റോട്ടിൽ ഒരു കുഴി ഉണ്ടല്ലോ ഇരുട്ടത്ത്. അതിന് മറ്റേ മുട്ടിന് തേങ്ങയുടെ മൂടുപോലെ കുത്തും കയ്യിൽ രണ്ട് എന്തിന്റെ ആവശ്യമായിരുന്നല്ലേ. എന്നിട്ട് അവിടെ ഉള്ള ഡ്രസ്സിലൊക്കെ അഴുക്കായി, പകരം കോസ്റ്റ്യൂമിന്റെ ഒരു ഡ്രസ് അല്ല എന്റെ ഡ്രസ് കാണാനുള്ള ടീഷർട്ട് അല്ല. അപ്പൊ കോസ്റ്റ്യൂമിന്ന് ഒരു ബനിയൻ കൊടുക്കണം. ഇവനെന്താ വെച്ചാൽ പൂക്കളുടെ ഒരു ലേഡീസ് ടീഷർട്ട് വീട്ടിലിടാനൊരു ക്യാരക്ടർ, മറ്റേ മഞ്ഞയില് കൊറേ മിനിയോൺസ്. കോമഡി എന്താ വെച്ചാല് ഇവന് സങ്കടം തോന്നിട്ട് ചേട്ടാ ഞാൻ എന്റെ ഡ്രസ് തരാം. വിചാരിച്ചില്ല ഞാൻ മറ്റേ ഓക്കെ ഈ മിനിയോൺസ് ഇട്ടിട്ട് ഞാൻ ജഗതിച്ചേണ്ട അവസ്ഥ അതിലും നഗ്നനാവുന്നായിരുന്നു അവസ്ഥയിലായി ഞാൻ. രാവിലെ ഇങ്ങനെയായിരുന്നു. എനിക്ക് പറഞ്ഞ കൊണ്ടല്ലോ. അതാ ഇപ്പൊ മനസ്സിലായില്ല ഇവൻ പറഞ്ഞ സംഭവം. അതെനിക്ക് മറ്റുള്ളവരുടെ ദുഃഖം തീർക്കാൻ പോയിട്ട് നമ്മളുടെ ദുഃഖം. അതെന്തുകൊണ്ടാ നിങ്ങൾ ആത്യന്തികമായിട്ട് തേടുന്നത്? ഹാപ്പി അല്ലേ?